നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഗവർണറുടെ ഇടപെടൽ. ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഗവർണർ വിളിപ്പിച്ചു. മലപ്പുറം പരാമർശത്തിൽ നാളെ വിശദീകരണം വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. നാളെ നേരിട്ടെത്തണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേശവിരുദ്ധ ശക്തികൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് തന്നെ അറിയിച്ചില്ല? ദേശവിരുദ്ധ ശക്തികൾ ആരാണെന്ന് അറിയിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. നാളെ വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലെത്തി വിശദീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് വിശദീകരിക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 വിഷയങ്ങളിലും ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ നൽകിയില്ല. ഇതേ തുടർന്നാണ് നേരിട്ടെത്താനുള്ള നിർദ്ദേശം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തിൽ നടത്തിയ മലപ്പുറം പരാമർശമാണ് വലിയ വിവാദത്തിന് കാരണമായത്. ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ADGP അജിത് കുമാർ RSS നേതാക്കളെ രഹസ്യമായി കണ്ടത് സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഇപ്രകാരമായിരുന്നു. നാളുകളായി UDF-നൊപ്പം നിന്ന ന്യൂനപക്ഷം ഇപ്പോൾ LDF-ന് പിന്തുണയ്ക്കുന്നുണ്ട്. അത് UDF-ന് നഷ്ടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനായി RSS-നെതിരെ CPM മൃദു സമീപനം സ്വീകരിക്കുന്നെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിന് കൂട്ടുനിന്ന് വർഗീയ വിഭജനം നടത്താൻ വേണ്ടി ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളും പണിയെടുക്കുന്നു. മുസ്ലിം തീവ്രവാദ ശക്തികൾക്കെതിരെ ഞങ്ങളുടെ സർക്കാർ നീങ്ങുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വരുത്താൻ അവർ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള പോലീസ് 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ട്. ഈ പണം അത്രയും കേരളത്തിലേക്ക് വരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. RSS-നോട് CPM-ന് മൃദു സമീപനം എന്നത് സ്വർണവും ഹവാലയും പിടികൂടിയ ഞങ്ങളുടെ സർക്കാരിനെതിരായ പ്രതികരണം മാത്രമാണ് എന്നുമായിരുന്നു അഭിമുഖത്തിലുണ്ടായിരുന്ന പരാമർശം. പിന്നാലെ പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നു. സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ മലപ്പുറത്ത് എത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ഡൽഹിയിലെ സംഘപരിവാർ ഏമാന്മാരെ സന്തോഷിപ്പിക്കാനുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ ഇതുവരെ പറയാത്ത കാര്യമാണ് ഡൽഹിയിൽ വെച്ച് ദേശീയ മാധ്യമത്തോട് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണക്കടത്തിലൂടെ പണം ലഭിച്ചെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും പോലീസും സ്വീകരിച്ചതെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് ശരിയെങ്കിൽ അത് ഗൗരവ സ്വഭാവമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്ര നാളും ഇക്കാര്യം മറച്ചുവെച്ചത് എന്തിനാണ്? ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മാത്രം ഒതുക്കേണ്ടുന്ന വിഷയമല്ലിത്. സംഘപരിവാറുമായി മുഖ്യമന്ത്രിക്കും CPM-നുമുള്ള അവിശുദ്ധ ബാന്ധവം പ്രതിപക്ഷം തുറന്നു കാട്ടിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. RSS ബാന്ധവം പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാനുള്ള പരിചയമായി മാത്രമേ മുഖ്യമന്ത്രിയുടെ പരാമർശം കാണാനാകൂ എന്നായിരുന്നു സതീശന്റെ വിമർശനം. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പർദീസയായി കേരളം മാറുന്നുവെന്ന അടിയന്തര പ്രമേയത്തിന് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവതരണ അനുമതി തേടിയത് താനാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണത്തിൽ നിന്നുള്ള നികുതി വെട്ടിപ്പിനെക്കുറിച്ച് നിയമസഭയിൽ പലവട്ടം പറഞ്ഞു. സ്വർണ്ണക്കടത്തിന് സർക്കാരിന്റെയും CPM-ന്റെയും സഹായമുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. അന്നൊന്നും പറയാതിരുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്. വെളിപ്പെടുത്തൽ ശരിയെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പരാജയം മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും സതീശൻ പറഞ്ഞിരുന്നു. അതേസമയം വിവാദ അഭിമുഖത്തിൽ ഹിന്ദു പത്രം പിന്നീട് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും ഇതിനെ ന്യായീകരിച്ച് പിന്നീട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതേസമയം മലപ്പുറം പരാമർശത്തിന് മേൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലാത്തതിനാലാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ സ്പീക്കർ രാഷ്ട്രീയം കളിച്ചതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് സമയം നിശ്ചയിച്ച ശേഷം അതിനു മുൻപായി സഭാ നടപടികൾ വേഗത്തിൽ തീർത്ത് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞ് നാളെ ചേരുമെന്ന് പ്രഖ്യാപിച്ച സ്പീക്കർ ഒളിച്ചോടിയെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനായിരുന്നു സ്പീക്കറുടെ ഈ നടപടിയെന്നും KPCC പ്രസിഡന്റ് വിമർശിച്ചു. സ്വർണ്ണക്കടത്ത്, വിദ്വേഷ പരാമർശം ഉൾപ്പെടെ കേരളം ചർച്ച ചെയ്യുന്ന വിവാദ വിഷയങ്ങളിൽ ചോദ്യമുന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യപരമായ അവകാശമാണ് സർക്കാർ നിയമസഭയിൽ നിഷേധിച്ചത്. മലപ്പുറത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ബോധപൂർവമായ ശ്രമങ്ങളെ നിയമസഭയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചത് ഭരണപക്ഷമാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി.